ഇപ്പോൾ സമയം പുലർച്ചെ 4:30 മണി. എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? നമ്മളൊരാളെ കാണാൻ പോവാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്ന ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. ജാതീയ ഉച്ചനീചിത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്നും വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത്. പൊട്ടൻ തെയ്യം മലയൻ, പുലയൻ, ചിറവൻ, പാണൻ തുടങ്ങി പല സമുദായക്കാരും കെട്ടാറുണ്ട്. 3 തരത്തിലുള്ള പൊട്ടനുണ്ട്. പുലപ്പൊട്ടൻ, പുലമാരുതൻ, പുലച്ചാമുണ്ടി എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തി തന്ത്രപൂർവം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടൻകാളി കളിക്കുന്നത് കൊണ്ടായി ആയിരിക്കാം ഈ ശൈവശക്തി ഉള്ളതായി കണക്കാക്കുന്ന ഈ തെയ്യത്തിന് ഈ പേര് വന്നത്. ശ്രീ പരമേശ്വരൻ ചണ്ഡാല വേഷധാരിയായി ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണിത് എന്ന് ചിലർ വിശ്വസിക്കുന്നു. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതി മനീഷ പഞ്ചകത്തിൽ മനീഷ ഈ സംഭവം പരാമർശിക്കുന്നു. എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തത്തിൽ ഏതെങ്കിലും രാമകഥയുമായി ചേർന്നു നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ ആലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തി കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം എത്തിച്ചേർന്നു. എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി വാഗ്വാദം നടത്തി. ആലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ശങ്കരാചാര്യർ സമദർശിയായി മാറി എന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങി എന്നും കഥ. പുളിങ്ങോത്ത് നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടിപ്പാതയും ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശാഠ്യം മാറ്റാൻ അലങ്കാരൻ തൻ്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥലപ്പേരെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്.